നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ വീഡിയോ കന്നിരാശിയിൽ ജനിച്ച ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് വേണ്ടിയുള്ളതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ കന്നിരാശിയിൽ ജനിച്ചത് എന്നതിനുള്ള ഉത്തരവും ഈ രാശിയുടെ ജീവിത രഹസ്യങ്ങളും ഇവിടെ വിശദീകരിക്കുന്നു. ജ്യോതിഷശാസ്ത്രത്തിലെ 6ാമത്തെ രാശിയാണ് കന്നി. ഇത് പൃഥ്വിതത്വം അഥവാ മണ്ണിന്റെ ഗുണമുള്ള രാശിയായാണ് അറിയപ്പെടുന്നത്. മണ്ണെങ്ങനെയാണോ ഉറച്ചു നിൽക്കുന്നത്, അതുപോലെ ജീവിതത്തിൽ വലിയൊരു അടിത്തറയുള്ളവരായിരിക്കും ഇവർ. വെറുതെ ആകാശത്ത് കോട്ട കിട്ടുന്നവരല്ല ഇവർ, മറിച്ച് കാര്യങ്ങളെ വളരെ പ്രായോഗികമായി കാണുന്നവരാണ്. ഏത് പ്രതിസന്ധിയിലും തളരാതെ ഉറച്ചു നിൽക്കുവാനും ജീവിതത്തിൽ ഒരു ബാലൻസ് നിലനിർത്തുവാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. കന്നിരാശിക്കാർക്ക് ഒരു ഇരട്ട സ്വഭാവമുണ്ടെന്ന് പറയാറുണ്ട്. ഇത് രണ്ട് രീതിയിൽ പെരുമാറുന്നതല്ല, മറിച്ച് ഇവരുടെ ചിന്താരീതിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇവരുടെ മനസ്സെപ്പോഴും പല കാര്യങ്ങളിലൂടെ ഒരേ സമയം സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഒരേ സമയം തന്നെ പല കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നത് ഇവരുടെ ശീലമാണ്. ഈ അമിതമായ ചിന്ത പലപ്പോഴും ഇവർക്ക് തന്നെ ഒരു ബാധ്യതയാകാറുണ്ട്. ഇത് കാരണം ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവർ പെട്ടെന്ന് അസ്വസ്ഥരാവുകയും ടെൻഷൻ അടിക്കുകയും ചെയ്തേക്കാം. ക്ഷമയുടെ കാര്യത്തിൽ കന്നിരാശിക്കാരെ തോൽപ്പിക്കാൻ പ്രയാസമാണ്. അവർ നല്ലൊരു കേൾവിക്കാർ കൂടിയാണ്. മറ്റുള്ളവർ പറയുന്നത് എത്ര നേരമായാലും അവർ ക്ഷമയോടെ കേട്ടിരിക്കും. ആരെയും പെട്ടെന്ന് കുറ്റപ്പെടുത്തില്ല. എന്നാൽ ഇവരെ ആരെങ്കിലും നിരന്തരം ബുദ്ധിമുട്ടിക്കുകയോ ഇവരുടെ ക്ഷമയുടെ അതിര് കടക്കുകയോ ചെയ്താൽ കാര്യങ്ങൾ മാറും. ഒരിക്കൽ മനസ്സിൽ നിന്ന് ഒരാളെ കളഞ്ഞാൽ പിന്നെ ആ ബന്ധം എത്ര വലുതായാലും അത് ഉപേക്ഷിക്കാൻ ഇവർക്ക് മടിയില്ല. തന്റെ ബലഹീനതകൾ മറ്റുള്ളവർ അറിയരുത് എന്ന് ഇവർക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിഷമങ്ങൾ അനുഭവിക്കുമ്പോഴും പുറമെ വളരെ ശാന്തരായിരിക്കാൻ ഇവർക്ക് കഴിയും. എല്ലാം സ്വന്തം മനസ്സിൽ തന്നെ ഒതുക്കി വെക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. കന്നിരാശിക്കാരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരാൻ ചില പ്രത്യേക രാശിക്കാർക്ക് സാധിക്കും. അത്തരത്തിലുള്ള 5 രാശികളെ കുറിച്ചാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. സുഹൃത്തുക്കളായോ ബിസിനസ് പങ്കാളികളായോ ജീവിത പങ്കാളിയായോ ഇവർ കൂടെയുണ്ടെങ്കിൽ അവരെ ഒരു കാലത്തും കൈവിടരുത്. കന്നിരാശിയെ പോലെ തന്നെ ഒരു പൃഥ്വിതത്വ രാശിയാണ് ഇടവം. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ചിന്താഗതികളിൽ വലിയ സാമ്യമുണ്ടാകും. രണ്ടുപേരും ജീവിതത്തിൽ വലിയ സുരക്ഷിതത്വവും സ്ഥിരതയും ആഗ്രഹിക്കുന്നവരാണ്. മിഥുനൻ രാശിയുടെയും കന്നിരാശിയുടെയും അധിപൻ ബുധനാണ്. ബുദ്ധിയുടെയും ആശയവിനിമയത്തിന്റെയും ഗ്രഹമാണ് ബുധൻ. അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിവ് പങ്കുവയ്ക്കുവാനും ഇവർക്ക് വലിയ താല്പര്യമായിരിക്കും. ഒരു കന്നിരാശിക്കാരന്റെ ബുദ്ധിപരമായ നീക്കങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ ഏറ്റവും അനുയോജ്യമായ രാശിയാണ് മിഥുനം. തുലാം രാശിക്കാർ എന്തെങ്കിലും ഒരു സന്തുലിതാവസ്ഥ ആഗ്രഹിക്കുന്നവരാണ്. കന്നിരാശിക്കാർ ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും അസ്വസ്ഥരാകാറുണ്ട്. ഈ സമയത്ത് സൗമ്യമായ സ്വഭാവമുള്ള തുലാം രാശിക്കാർ കന്നിരാശിക്കാരുടെ ജീവിതത്തിൽ വലിയൊരു പോസിറ്റീവ് എനർജി നൽകും. ലക്ഷ്യബോധവും കഠിനാധ്വാനവുമാണ് മകരം രാശിക്കാരുടെ പ്രത്യേകത. കന്നിരാശിക്കാരെ പോലെ തന്നെ ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലെത്താൻ ആഗ്രഹിക്കുന്നവരാണിവർ. രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിനായി ഒന്നിച്ച് പ്രവർത്തിച്ചാൽ വലിയ വിജയങ്ങൾ നേടാൻ ഇവർക്ക് സാധിക്കും. കുംഭം രാശിക്കാർ അല്പം വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ്. കന്നിരാശിക്കാരുടെ ചിന്തകൾ ചിലപ്പോൾ ഒരേ വട്ടത്തിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് അവർക്ക് പുതിയ കാഴ്ചപ്പാടുകൾ നൽകാൻ കുംഭം രാശിക്കാർക്ക് സാധിക്കും. ഇവരുടെ ക്രിയാത്മക ചിന്തകൾ കന്നിരാശിക്കാരുടെ കരിയറിലും വ്യക്തി ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ചുരുക്കത്തിൽ ഈ രാശിക്കാർ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്. ജ്യോതിഷപ്രകാരം കന്നിരാശിക്കാരുടെ ഭാഗ്യത്തെ നിയന്ത്രിക്കുന്നത് ശുക്രനാണ്. ശുക്രൻ എന്നാൽ സന്തോഷം, ആഡംബരം, സ്നേഹം, സമ്പത്ത് എന്നിവയുടെ പ്രതീകമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സൗകര്യങ്ങളും കൊണ്ടുവരുന്നത് ശുക്രന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ശുക്രൻ അനുകൂലമാകുമ്പോൾ ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. 26-27 വയസ്സ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പരീക്ഷണ കാലഘട്ടത്തിൽ നിന്ന് മാറ്റങ്ങളിലേക്ക് കടക്കുന്ന സമയമാണ്.
അതുവരെ ഉണ്ടായിരുന്ന ജീവിത രീതിയിൽ നിന്ന് മാറി പുതിയ ചിന്തകൾ ഉടലെടുക്കുന്ന പ്രായമാണിത്. ഒരുപക്ഷെ ജോലിയിൽ ഒരു സ്ഥിരത ലഭിക്കാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ പുതിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ ഈ പ്രായത്തിൽ സാധ്യതയുണ്ട്. വലിയ വിജയങ്ങൾ ഉടനടി ലഭിച്ചില്ലെങ്കിലും വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങൾക്കുള്ള അടിത്തറ പാകുന്നത് ഈ 26-27 വയസ്സിലാണ്. 31-32 വയസ്സ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിച്ചു തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ഈ പ്രായത്തിൽ കന്നിരാശിക്കാർക്ക് കരിയറിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി വലിയ മെച്ചമുണ്ടാവുകയും സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനവും മാനവും വർദ്ധിക്കുകയും ചെയ്യും. ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാനോ അല്ലെങ്കിൽ സ്വന്തമായി ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ ലാഭമുണ്ടാക്കാനോ ഈ സമയം നിങ്ങളെ സഹായിക്കും. ചുരുക്കത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് ജീവിതം പതുക്കെ ചലിച്ചു തുടങ്ങുന്ന കാലമാണിത്. 36-37 വയസ്സ് കന്നിരാശിക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമായിരിക്കും. മനസ്സുകൊണ്ട് നിങ്ങൾ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാകുന്ന സമയമാണിത്. ഒരു സ്വന്തം വീട് വാങ്ങുക, പുതിയ വാഹനം സ്വന്തമാക്കുക, അല്ലെങ്കിൽ വിദേശത്ത് പോയി താമസിക്കുക എന്നിങ്ങനെയുള്ള വലിയ ലക്ഷ്യങ്ങൾ ഈ 36-37 വയസ്സിൽ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതം ഒരു സുരക്ഷിതമായ നിലയിലെത്തിച്ചേരുകയും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയുകയും ചെയ്യുന്ന സന്ദർഭമാണിത്. ശനി ഇപ്പോൾ നിങ്ങളുടെ ജാതകത്തിലെ 7-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ജ്യോതിഷത്തിൽ 7-ാം ഭാവം എന്നത് വിവാഹം, ബിസിനസ് പങ്കാളിത്തം എന്നിവയെ സൂചിപ്പിക്കുന്നു. ശനി ഈ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വസ്ഥതകൾക്കോ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കങ്ങൾ ഉണ്ടായേക്കാം. 2027 ജൂൺ മുതൽ ശനി 8-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ നിങ്ങൾക്ക് അഷ്ടമശനി ആരംഭിക്കും. ഈ സമയത്ത് ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. പ്രധാനമായും സന്ധിവേദന, കാലുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിയേക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും സാമ്പത്തികമായും നിയമപരമായും ഈ സമയം നിങ്ങൾക്ക് ഗുണകരമാണ്. വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന കോടതി കേസുകളിൽ നിന്ന് മോചനം ലഭിക്കാനും പഴയ കടബാധ്യതകൾ തീർക്കാനും ഈ കാലയളവ് നിങ്ങളെ സഹായിക്കും. രാഹുവും കേതുവും എപ്പോഴും നിഗൂഢമായ മാറ്റങ്ങളാണ് ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. 2026 ഡിസംബർ വരെ രാഹു നിങ്ങളുടെ 6-ാം ഭാവത്തിലാണ്. ഇത് നിങ്ങൾക്ക് ശത്രുക്കളെ പരാജയപ്പെടുത്താനുള്ള കരുത്തും മത്സരങ്ങളിൽ വിജയിക്കുവാനുള്ള ബുദ്ധിശക്തിയും നൽകുന്നു. കേതു 12-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ സമയത്ത് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നും. 2026 ഡിസംബറിന് ശേഷം രാഹു 5-ാം ഭാവത്തിലേക്ക് മാറുന്നു. 5-ാം ഭാവം ബുദ്ധിശക്തിയെയും പ്രണയത്തെയും സൂചിപ്പിക്കുന്നു. ഈ മാറ്റം നിങ്ങളുടെ പ്രണയബന്ധങ്ങളിൽ ചില വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം. ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുള്ളതിനാൽ ഈ സമയത്ത് കൂടുതൽ ഏകാഗ്രതയോടെ പഠിക്കേണ്ടി വരും. ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ഗുണകരമായ ഗ്രഹമാണ് വ്യാഴം. 2026 ജൂൺ മുതൽ വ്യാഴം നിങ്ങളുടെ 11-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 11-ാം ഭാവം എന്നത് ലാഭത്തിന്റെയും ആഗ്രഹ പൂർത്തീകരണത്തിന്റെയും സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ ഭാഗ്യപ്രദമാണ്. നിങ്ങളൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നല്ലൊരു ജോലി ലഭിക്കാൻ ഈ സമയം സഹായിക്കും. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ അല്ലെങ്കിൽ പ്രൊമോഷനോ പ്രതീക്ഷിക്കാം. കൂടാതെ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ വരാനും സന്താനഭാഗ്യം ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ആ സന്തോഷം ലഭിക്കാനും ഈ വ്യാഴമാറ്റം വഴിതെളിക്കും. ചുരുക്കത്തിൽ ആരോഗ്യ കാര്യങ്ങളിലും സംസാരത്തിലും അല്പം നിയന്ത്രണം പാലിച്ചാൽ 2030 വരെയുള്ള കാലഘട്ടം കന്നിരാശിക്കാർക്ക് വലിയ പുരോഗതിയും സന്തോഷവും നൽകുന്ന ഒന്നായിരിക്കും. കന്നിരാശിക്കാരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാനും ഐശ്വര്യം വരാനും ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. കന്നിരാശിയുടെ അധിപൻ ബുധനാണ്. അതിനാൽ ബുധനെ പ്രീതിപ്പെടുത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ബുധസ്തോത്രം ദിവസവും 108 തവണ ജപിക്കുക. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിക്കുകയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കൂടുകയും ചെയ്യും. ജോലിസ്ഥലത്തോ ബിസിനസ്സിലോ ഉള്ള തടസ്സങ്ങൾ മാറാൻ ഈ മന്ത്രം സഹായിക്കുന്നു.
ഏറ്റവും ശക്തമായ മന്ത്രങ്ങളിലൊന്നാണ് ഗായത്രി മന്ത്രം. ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ശുദ്ധിയായ ശേഷം ഗായത്രി മന്ത്രം ചൊല്ലുന്നത് ശീലമാക്കുക. ഇത് നിങ്ങളുടെ മനസ്സിന് വലിയ സമാധാനവും തെളിച്ചവും നൽകും. അനാവശ്യമായ പേടികളും ഉത്കണ്ഠകളും മാറാനും ജീവിതത്തിൽ പോസിറ്റീവായ ഊർജം നിറക്കാനും ഇത് സഹായിക്കും. ഈ ലളിതമായ കാര്യങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പുരോഗതി കൊണ്ടുവരും. ഈ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ഹരി ഓം.